എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള പോലീസ് അവർ സാമൂഹ്യ മാധ്യമത്തിൽ കൂടി ഒരു അറിയിപ്പ്, ഒരു മുന്നറിയിപ്പ് ഇടുകയും അതിനെ തുടർന്ന് വന്ന ഈ വാർത്താ മാധ്യമങ്ങളിൽ വന്ന, അതായത് ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തയെയും അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ പോലീസിൻ്റെ മുന്നറിയിപ്പ് മറ്റൊന്നുമല്ല, ജനങ്ങളുടെ സ്വകാര്യതയിൽ കടന്നു കയറി അതിനെ ദൃശ്യവൽക്കരിച്ച് പ്രചരിപ്പിക്കുന്നതിനെതിരെ ഉള്ള മുന്നറിയിപ്പാണ് നൽകിയത്. അതായത് ഒരു പൗരന് എന്തെങ്കിലും അവൻ്റെ വ്യക്തിപരമായ മരണമാകട്ടെ, ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാകട്ടെ, ഇതേപോലുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ അത് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് എതിരെ 3 വർഷം തടവ് ലഭിക്കുന്ന ശിക്ഷ ഉൾപ്പെടെ ഉള്ള കേസുകളായിരിക്കും ചുമത്തുന്നത് എന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ്. ഇതിനാധാരമായ സംഭവം നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന സിനിമാ നടൻ സലീം കുമാറിൻ്റെ അകാല വിയോഗത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൃതദേഹം കൊണ്ടുവച്ചിരുന്ന സമയത്ത് ഇതേപോലുള്ള ചിത്രീകരിക്കാൻ ബഹളം കൂട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർ അവിടെ വളരെ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കി അരോചകമായിട്ടുള്ള ദൃശ്യം ഒരു സാഹചര്യം ഒരുക്കി. ഇത് ആ അച്ഛൻ്റെ മരണത്തിൽ അതീവ ദുഃഖിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ചന്തുവിനെ വളരെയേറെ ദുഃഖിപ്പിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥയിൽ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ എത്തി. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അച്ഛൻ മരിച്ച് അതിൻ്റെ ദുഃഖത്തിൽ അമ്മയും സഹോദരനും ആ മൃതശരീരത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഇതേപോലെ കുറേ വിദ്വാൻമാർ ഈ ക്യാമറയും ഫോണും എല്ലാം കൂടെ പൊക്കിപ്പിടിച്ചുകൊണ്ട് തിക്കും തിരക്കും കൂട്ടിയതിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊട്ടിത്തെറിക്കൽ. അത് അദ്ദേഹത്തിൻ്റെ ആ വൈകാരികമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നുണ്ടായ ഒരു പ്രതികരണമാണ്. അത് സ്വാഭാവികമായി ആർക്കാണേലും സംഭവിക്കാവുന്നതാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം ഉണ്ടാകുമ്പോൾ അവിടെ കയറി വന്ന് ഇതേപോലുള്ള അഭ്യാസം കാണിച്ചാൽ ആ ദുഃഖത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കും ഏതൊരു വ്യക്തിയുടേതും. ഇത് ചർച്ചയായപ്പോൾ പലരും ഇതിന് സലീം കുമാറിൻ്റെ മകനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇടാൻ തുടങ്ങിയത്. അത് മറ്റാരും ആയിരിക്കത്തില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. സലീം കുമാർ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ മോശമായി പോസ്റ്റ് ഇട്ട് ആ വിദ്വാൻമാരൊക്കെ തന്നെ ആയിരിക്കും, അതേപോലുള്ള കക്ഷികളായിരിക്കാം ഇത് ചെയ്തത് എന്ന് നമുക്ക് അനുമാനിക്കാം. അത് വളരെ തെറ്റായ നടപടിയാണ്. ആ പാവം പിടിച്ച് ചെറുപ്പക്കാരനെ വളരെ മോശമായിട്ട് പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് ഓരോ പോസ്റ്റുകളൊക്കെ ഇറങ്ങിയിരുന്നത്. ഇത് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഇതിനെ അപ്പോഴത്തേക്കും ദൃശ്യമാധ്യമങ്ങൾ വളരെ വലിയ ചർച്ചയാക്കുകയും വാർത്തയാക്കുകയൊക്കെ ചെയ്തു. സത്യത്തിൽ ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യതയിൽ ദുഃഖകരമായ അവസ്ഥ ഉണ്ടായാൽ അതിനെ മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ ചാനലുകൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി അതിനെ പർവ്വതീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് സത്യത്തിൽ ഈ ചാനലുകൾ ഒക്കെ തന്നെയാണ്. അവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരായിട്ടുള്ളത് എന്നുള്ളത് സമൂഹത്തിന് നല്ല വണ്ണം അറിയാം. പക്ഷേ അതൊക്കെ മറച്ചു വെച്ചിട്ട് അവർ ചെയ്തത് എന്താണ്? അവരുടെ പ്രവർത്തികളെ ന്യായീകരിച്ചുകൊണ്ട്, ചാനലുകൾ അവരുടെ പ്രവർത്തികളെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ള ചില യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുണ്ട്. അവരും യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ചിലർ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ധനസമ്പാദനത്തിന് വേണ്ടി റീച്ച് കൂട്ടുന്ന ആൾക്കാർ, അവരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ചാനലുകളെല്ലാം അവർ നല്ല പിള്ള ചമയുന്ന ഒരു
സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മിക്ക വാർത്താ ചാനലുകളും അത് ഇങ്ങനെ ഇതിനെ തെറ്റായ രീതിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും മറ്റുള്ളവർ ചെയ്യുന്നതും മോശം, ഒരേ കാര്യം തന്നെ അവർ ചെയ്യുന്നത് നല്ലതും മറ്റുള്ളവർ ചെയ്യുന്നത് മോശവും എന്നുള്ള രീതിയിൽ വാർത്തകൾ നൽകുന്നത് കാണാനിടയായി. അതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഞാനത് വിഷയമാക്കിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ഇത്തരം പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും ഇതേപോലുള്ള വാർത്താ ചാനലുകളാണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, ദുരന്തമുണ്ടായാൽ ഈ ഒരു ചെറുപ്പക്കാരൻ ശിരൂരിൽ ലോറി സഹിതം വെള്ളത്തിൽ പോയി. റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ അന്ന് തൊട്ട് അവിടെ ചെന്ന് കിടന്ന് തമ്പടിച്ച് കിടന്ന് എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിലാണ് അവിടെ വാർത്തകൾ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ആ വീട്ടുകാർക്ക് എത്രമാത്രം ദുഃഖമുണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവർ അവിടെ ചെന്ന് നടത്തിയത്. അവിടുത്തെ റിപ്പോർട്ടർമാരുടെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വന്നത് അത് നമ്മൾ കണ്ടതാണ്. ഇതേപോലെയാണ് മുണ്ടക്കൈയിൽ ഇതുപോലുള്ളിടത്ത് ദുരന്തം ഉണ്ടാകുന്നിടത്ത് മരിച്ചവരുടെ വീട്ടുകാർക്ക്, അവരുടെ ബന്ധുജനങ്ങൾക്ക് അല്ലെ സുഹൃത്തുക്കൾക്ക് അവരുടെ ദുഃഖത്തെ ഇരട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ വാക്കുകളാണ് ഇവരുടെയൊക്കെ വായിൽ നിന്ന് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനിയായിട്ട് ഒരു വിദ്വാനാണ് റിപ്പോർട്ടർ ചാനലിലെ ഒരു അരുൺകുമാർ എന്ന് പറയുന്ന വിദ്വാൻ, ആ മൊട്ടയരുൺ. അയാൾ ഇതുപോലൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് വരുന്ന അയാളുടെ വിചാരം ഇതൊക്കെ ഇയാൾ ഏതാണ്ട് മഹാനാണെന്നുള്ള രീതിയിലാണ്. മരിച്ച ആളിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് വരെയാണ് ഈ വിദ്വാൻ ചാനലിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് വിളമ്പുന്നത്. ഇതേപോലെയാണ് പല ചാനലുകളും പ്രവർത്തിക്കുന്നത്. ഈ സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് എന്താണ്? ഈ ചാനലുകളാണ് സ്വയം മനസ്സിലാക്കേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾ പരിധി വിട്ട് ഇതേപോലുള്ളവരുടെ സ്വകാര്യതയിൽ അവരുടെ ദുഃഖത്തെ കൂടുതൽ തീവ്രമാക്കുന്ന തരത്തിൽ ഉള്ള വാക്കുകൾ ഉപയോഗിക്കുകയോ അത്തരം ദൃശ്യങ്ങൾ കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. ഒരു അപകടം ഉണ്ടായാൽ തന്നെ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്, വാഹനാപകടങ്ങൾ സംഭവിച്ചാൽ അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാഹനാപകടങ്ങളാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഈ CCTV ദൃശ്യങ്ങൾ ഈ ചാനലുകൾ സംഘടിപ്പിക്കും. എന്നിട്ട് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ചാനൽ, അല്ലെ ഫസ്റ്റ് ഓൺ ഏഷ്യാനെറ്റ് ന്യൂസ്, ഫസ്റ്റ് ഓൺ മനോരമ ന്യൂസ്, ഫസ്റ്റ് ഓൺ മാതൃഭൂമി ന്യൂസ്, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇവർ ചാനലുകളിൽ കൂടി ജനങ്ങളുടെ മുന്നിലെത്തിക്കും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരൻ്റെ മനസ്സ് തന്നെ മരവിച്ചു പോകുന്നത്, ദുഃഖം അണപൊട്ടി ഒഴുകുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളായിരിക്കും ഇവർ കാണിക്കുന്നത്. ചിലയിടത്ത് വാഹനം കയറി ഇറങ്ങി ചതഞ്ഞരയുന്ന ആൾക്കാരുടെ ആ ഒരു അവസ്ഥയൊക്കെ തന്നെ ഇവർ പച്ചയ്ക്ക് അങ്ങ് കാണിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബന്ധുജനങ്ങൾ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ചിലപ്പോൾ അച്ഛനായിരിക്കാം മരിച്ചത്, അമ്മയായിരിക്കാം മരിച്ചത്, സഹോദരങ്ങളായിരിക്കാം മരിച്ചത്, അല്ലെങ്കിൽ മക്കളായിരിക്കാം മരിച്ചത്. അങ്ങനെ മരിച്ചത് അവരെന്തായാലും അപകട സ്ഥലത്ത് ചെന്ന് ഈ ദാരുണമായിട്ടുള്ള ആ ഒരു രംഗം കാണാൻ താല്പര്യപ്പെടത്തില്ല. സുഹൃത്തുക്കളും അത് കാണാൻ താല്പര്യപ്പെടുത്തില്ല. ഇങ്ങനെ മരിക്കുന്നവർ പോസ്റ്റ്മോർട്ടം നടത്തി അവരെ ഇതേപോലുള്ള എല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും വീട്ടിലെത്തിക്കുന്നത്. പക്ഷേ ഇവന്മാരെന്താണ് കാണിക്കുന്നത്? അതിനുവേണ്ടിയൊക്കെ മത്സരിക്കും ഈ ചാനലുകൾ. ആ വാർത്ത പറയാൻ തുടങ്ങിയാൽ അത് തീരുന്നിടം വരെ ഈ ദൃശ്യങ്ങൾ, CCTV കാണുന്ന ഈ ദൃശ്യങ്ങൾ എടുത്ത് കാണിച്ച് എത്ര പ്രാവശ്യമായിരിക്കും ഇവർ ഇത് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്ര മനസാക്ഷി ഇല്ലാത്തവരാണ് നമ്മുടെ കേരളത്തിലെ മിക്ക ദൃശ്യമാധ്യമങ്ങളും. എന്നിട്ടാണ് അങ്ങനെയുള്ള ഈ വിദ്വാൻമാരാണ് ഈ യൂട്യൂബേഴ്സിനെയും അതേപോലുള്ളവരെ ഒക്കെ ഇതേ രീതി കുറ്റം പറയുന്നത്. എനിക്കിത് തീർച്ചയായിട്ടും പറയാൻ അർഹതയുണ്ട്. കാരണം ഞാൻ 10-15 വർഷത്തിലേറെ ഒരു പത്ര റിപ്പോർട്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. പല അപകടങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് ഒരു അപകടത്തിൻ്റെ ദൃശ്യം കണ്ടതിന് ശേഷം എൻ്റെ മനസ്സ് മരവിച്ചു പോയി. എൻ്റെ ബന്ധുക്കളും അല്ല ആരും അല്ലാതായിട്ട് എൻ്റെ മനസ്സ് ഒരുപാട് ഫീൽ ചെയ്തതിന് ശേഷം
ഞാൻ പിന്നീട് എന്തെങ്കിലും ഇതേപോലുള്ള ദാരുണമായ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഞാൻ അവിടെ കാണാൻ പോകാറേ ഇല്ലായിരുന്നു. അവരുടെ വീട്ടിൽ പോയ പോലും പലരും എന്ത് കൊടുക്കും, ബന്ധുക്കളുടെ അടുത്ത് നിന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി ചെല്ലും. ഞാനതും എനിക്കതും വളരെ വിഷമകരമായിട്ടുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വാർത്തയ്ക്ക് ഫോട്ടോകൾ കൊടുക്കണമല്ലോ, നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് ചെന്ന് ചോദിക്കേണ്ടി വരും ഒരു ഫോട്ടോ. ഇത് വളരെയേറെ വിഷമിച്ചും സങ്കടപ്പെട്ടുമാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവം നടക്കുന്ന, ദുരന്തം ഉണ്ടാകുന്ന ഒരാളുടെ ഫോട്ടോയ്ക്ക് ദുരന്തത്തിൽ പെട്ടുപോയ ഹതഭാഗ്യൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുക്കളെ ചെന്ന് നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ ഫോട്ടോ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അന്നേരം നമുക്കറിയാം, പിന്നെ അത്രയും അല്ലെ സുഹൃത്തുക്കളെ അല്ലെ ബന്ധുക്കൾ, അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവരുടെ ആ ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഈ മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആണെന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ അവസ്ഥ എന്തായിരിക്കും. അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ CCTV ദൃശ്യങ്ങൾ അങ്ങോട്ട് പ്രക്ഷേപണം ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നത്. അതിൽ പരം ക്രൂരത മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ഈ മുന്നറിയിപ്പിനെ വളരെ പർവ്വതീകരിച്ച് അവരേതാണ്ട് നല്ലത് ഇതാ കാണിക്കുന്നത്, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇവർ വാർത്ത കൊടുത്തത്. ഇതിനകത്തിൽ എന്തു മാന്യതയാണുള്ളത്, എന്തു മര്യാദയാണുള്ളത്, എന്തു മനുഷ്യത്വമാണുള്ളത് ഇവന്മാർക്കൊക്കെ, ഈ ചാനലിലെ ഇതേപോലുള്ള ഈ വാർത്ത കൊടുക്കുന്നവർക്കും ഇത് എടുക്കാൻ പോകുന്നവർക്കും? ആദ്യം അവരാണ് സ്വയം നന്നാകേണ്ടത്. വാർത്താ ചാനലുകൾ ഇതേപോലുള്ള മര്യാദകേടുകൾ ആദ്യം നിർത്തുക. അങ്ങനെ അവർ നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും ഈ യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ളവർ അത് നിർത്തും. ഈ യൂട്യൂബേഴ്സൊക്കെ ഇത് ചെയ്യാൻ കാരണം തന്നെ ഈ ചാനലുകൾ ഇത്തരം മര്യാദകേടും തോന്നിയവാസവും മനസാക്ഷിയില്ലാത്ത ക്രൂരതയ്ക്ക് തുടക്കമിട്ട് വെച്ചു. അത് കണ്ടാണ് യൂട്യൂബേഴ്സും മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇത് പ്രചരിപ്പിക്കുന്നവരും ഒക്കെ ഇതിന് തുടക്കമിട്ടത്. അതിന് മറ്റാരെയും കുറ്റം പറയേണ്ട, ഈ ദൃശ്യമാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരം ക്രൂരതയ്ക്ക് തുടക്കമിട്ടതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതും. അവരാണ് ആദ്യം മര്യാദക്കാരാകേണ്ടത്. അവരെയാണ് ആദ്യം മര്യാദ പഠിപ്പിക്കേണ്ടത്. ഇത്തരം ദൃശ്യങ്ങൾ കൊടുക്കുന്ന ചാനലുകൾക്കും അതിൻ്റെ റിപ്പോർട്ടർമാർക്കും എതിരെയാണ് ആദ്യം, ആ ക്യാമറാമാന്മാർക്കും എതിരെയാണ്, വീഡിയോഗ്രാഫേഴ്സിനും എതിരെയാണ് പോലീസ് ആദ്യം കേസെടുക്കേണ്ടതും പിടിച്ചകത്തിടേണ്ടതും അവന്മാരെയാണ്. അല്ലാതെ ഈ ഒരു കാര്യം ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. കോടതിയിൽ പോയാൽ തന്നെ കോടതിയുടെ മുന്നിൽ ഇതെല്ലാം അവർ കാണുന്നതാണ്. യൂട്യൂബിൽ കൂടി ഇത് പ്രചരിപ്പിക്കുന്നു. ഈ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി വരുന്നതിൻ്റെ ഒരു 10-1 ആൾക്കാർ ഈ യൂട്യൂബുകളിൽ കൂടിയൊന്നും ഇത് കാണുന്നില്ല. ഇത് ലോകം മൊത്തമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവരാണ് ആദ്യം ഇതിൽ നിന്ന് നിയന്ത്രണം പാലിച്ച് മാറി നിൽക്കേണ്ടത്. ഏറ്റവും വലിയ തെറ്റ് തങ്ങൾ തന്നെ ചെയ്തിട്ടാണ് ഈ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഇതിനെ അവരുടെ പങ്കിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി വാർത്തകൾ പടച്ചുവിടുന്നത്. ഇതാണ് ആദ്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരക്കാരെയാണ് ഈ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെയോ പരിചയക്കാരുടെയോ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ദുരന്തമുണ്ടായാൽ ഇവനൊക്കെ ഈ ക്യാമറയും തള്ളി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആദ്യം അവനെയൊക്കെ അടിച്ചിറക്കേണ്ടത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതേപോലെ ബന്ധപ്പെട്ട ആൾക്കാരെ ആണ് ചെയ്യേണ്ടത്. 1-2 അടുത്ത് ഇതുപോലെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഇവന്മാർ ഇത് ആവർത്തിക്കത്തില്ല, യൂട്യൂബേഴ്സും ആവർത്തിക്കത്തില്ല, ആരും ആവർത്തിക്കത്തില്ല. ഇവരെ ന്യായീകരിക്കുകയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്നത് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്? സമൂഹത്തിനോട് എന്ത് പ്രതിബദ്ധതയാണ് ഇവർക്കൊക്കെ ഉള്ളത്? എന്ത് മര്യാദയാണ് ഇവർക്കുള്ളത്? എന്ത് മാനവികതയാണ് ഇവർക്കുള്ളത്? ആദ്യം ഇത്തരക്കാർ നന്നാവുക, ഇത്തരക്കാരെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ താനെ ഇതെല്ലാം നിലച്ചുകൊള്ളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.